സാന്ത്വനം രണ്ടാം ഭാഗം വളരെ നിർണായകമായിട്ടുള്ള മുഹൂർത്തങ്ങളിലേക്കാട്ടോ നമ്മുടെ എപ്പിസോഡ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയതായിട്ട് പുറത്തുവിട്ട വീക്ക്ലി പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ബാലൻ എല്ലാവരോടും മാപ്പ് പറഞ്ഞ് കൂപ്പുകൈയുമായിട്ട് നമ്മുടെ ദേവമംഗലത്തിൽ നിന്നും പടിയിറങ്ങുന്ന ഒരു രംഗം. അതേ പ്രേക്ഷകർ നമ്മുടെ ബാലൻ എല്ലാവരോടും കൂടി പറയുന്നുണ്ട്, ഞാനാണ് തെറ്റുകാരൻ, എനിക്കാണ് തെറ്റുപറ്റിയത്, എനിക്ക് ഇത്ര നാളൊരു അഹങ്കാരമുണ്ടായിരുന്നു, ഞാൻ പറയുന്നത് മാത്രമേ എൻ്റെ വീട്ടിലുള്ളവർ കേൾക്കൂ എന്നുള്ളത്, ഞാൻ എൻ്റെ ചിട്ടകൾക്ക് അനുസരിച്ച് നിങ്ങളെ വളർത്തിയത് എൻ്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ നമ്മുടെ ബാലൻ പറഞ്ഞിട്ട് ബാലൻ ആ ദേവമംഗലത്തിൽ നിന്നും പെരും മഴയത്ത് പടിയിറങ്ങുന്നൊരു ദൃശ്യം. ഓണമായതുകൊണ്ട് തന്നെ, തിരുവോണമായതുകൊണ്ട് തന്നെ മുറ്റത്ത് പൂക്കളമൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു പൂക്കളത്തിൻ്റെ അടുത്ത് കൂടിയാണ് നമ്മുടെ ബാലൻ പടിയിറങ്ങി പോകുന്നത്. അപ്പോൾ ഓണത്തിന് നമ്മുടെ ആ ഒരു ദേവമംഗലത്തിന് ഒരു വളരെ ദുരന്തം പിടിച്ചൊരു ദിവസം തന്നെ ആയിരുന്നു അല്ലേ പ്രേക്ഷകരെ. അപ്പോൾ നമ്മുടെ ഗോമതി പുറകെ ഓടി നമ്മുടെ ബാലേട്ട പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ വിളിക്കുന്നുണ്ട്. പക്ഷേ ബാലൻ തിരിഞ്ഞു നോക്കാതെ ആരോടും ഒന്നും പറയാതെ ഒറ്റപ്പോക്ക് പോകുക കേട്ടോ. മഴയത്ത് പെരും മഴയത്ത് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി ബാലൻ്റെ വരവ് ദേവമംഗലത്തേക്ക് തിരിച്ചുണ്ടാകുമോ? അത് എന്തായി തീരും നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗത്തിൻ്റെ അവസ്ഥ? നമ്മുടെ ആ ഒരു ദേവമംഗലത്തെ ഫുൾ സമാധാനവും ഇപ്പോൾ പോയിരിക്കുകയാണ്. നമ്മുടെ ബാലൻ വരാതെ ഇനി അവിടെ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാകില്ല. അപ്പോൾ നമ്മുടെ ആര്യനും ഇത്രയും ഇനി എന്ത് ചെയ്യാനായിരിക്കും പ്ലാൻ? നമ്മുടെ മീനാക്ഷിയും ഗോമതിയും ആര്യനും ഇത്രയും കൂടി നമ്മുടെ ബാലനെ എങ്ങനെയെങ്കിലുമൊക്കെ സമ്മതിപ്പിച്ച് നമ്മുടെ ആ ഒരു എന്താ പറയുക പൊരുത്തപ്പെടിച്ച് നമ്മുടെ ബാലനെ നമ്മുടെ വീട്ടിലേക്ക് ദേവമംഗലത്തേക്ക് തിരികെ കൊണ്ടുവരുമോ? കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ ബാലൻ്റെ ഇനി ജീവിതം എങ്ങനെയായിരിക്കും, അവസ്ഥ എങ്ങനെയായിരിക്കും, നമ്മുടെ ദേവമംഗലത്തിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.